നിങ്ങൾ എങ്ങനെയാണ് ഇത് ചിരിച്ചുകൊണ്ട് ഈ രോഗത്തെ നേരിട്ടത്? ചിരിച്ചുകൊണ്ട് ആദ്യം ഞാൻ ചിരിച്ചുകൊണ്ടല്ല നേരിട്ടത്, കരഞ്ഞുകൊണ്ട് തന്നെയാണ് നേരിട്ടത്. പക്ഷേങ്കിൽ പോകെ പോകെ കൂടെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും കൂട്ടായിട്ട് ഇവർ രണ്ടുപേരും ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. വീട്ടുകാരുടെ സപ്പോർട്ടും എല്ലാം കൊണ്ട് അതിനെ ഒരു രോഗിയാന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നേയില്ല. എപ്പോഴും ആ ഒരു സന്തോഷം തരാൻ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഒരു വിളിയിലോ രണ്ടു വിളിയിലോ അല്ലെങ്കിൽ ഒരു കാഴ്ചയിലോ നിൽക്കേണ്ട സൗഹൃദം ആണ് സാധാരണ എല്ലാവരും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി ഉള്ളപ്പോൾ ആർക്കും സമയമില്ല. പക്ഷേങ്കിൽ അതല്ല, ഞങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തി. ഞങ്ങൾ 3 പേർക്കും വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ മുടി കീമോയുടെ സമയത്ത് എൻ്റെ രാധികയുടെയും പോയി. സോണിയയ്ക്ക് കീമോ ഇല്ലാത്ത കാരണം അവളുടെ മുടിയൊന്നും പോയില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആഘോഷമായിട്ട് വേളാങ്കണ്ണിക്ക് പോയി. ഞങ്ങൾ 3 പേരും കൂടെ വേളാങ്കണ്ണി പള്ളിയിൽ പോയി. അവിടെ പോയി മുട്ടയടിച്ച് അത് കഴിഞ്ഞ് കിളിർത്ത് വരുന്ന ഭാഗമാണ് ഇത്. അപ്പം കൂട്ടുകാരികളുടെ മുടി നഷ്ടപ്പെട്ടപ്പോൾ ചേച്ചി പോയി മുട്ടയടിച്ചു. ഞങ്ങൾ 3 പേരും കൂടി അവരുടെ ആ വിഷമം എനിക്ക് അന്നേരം പറ്റിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ സാഹചര്യം കൊണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോയി മുടി മുറിച്ചു. എനിക്ക് കീമോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴത്തേക്കിനും ഞാനപ്പോൾ സങ്കടപ്പെട്ട് എനിക്ക് ആരും ഇല്ല എന്നെ നോക്കാനായിട്ട്, കൂടെ വരാനും ആരും ഇല്ലല്ലോ. അപ്പം ഞാൻ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ ഇരുന്ന് അങ്ങ് പൊട്ടിക്കരയുമോ. കരഞ്ഞു കഴിയുമ്പോൾ ഇവള് പറഞ്ഞു, നീ വിഷമിക്കേണ്ടടി, ഞാൻ നിൻ്റെ കൂടെ, ഞാൻ എനിക്ക് കിട്ടിയ ജോലി വേണ്ടെന്ന് വെക്കുക, ഞാൻ നിൻ്റെ കാര്യങ്ങൾ മൊത്തം തീർന്നു കഴിഞ്ഞിട്ടേ പുതിയൊരു ജോലിക്കായിട്ട് ശ്രമിക്കത്തുള്ളൂ, കിട്ടുന്ന തയ്യലും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് അടിച്ചു പൊളിച്ചങ്ങ് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ധീരമായ തീരുമാനം ഇവളെടുത്ത് ഒപ്പം നിന്നു. ശരിക്കും നമ്മളെ ലിജി ചേച്ചി എഴുതിയ പോലെ സൗഹൃദത്തിന്റെ ആകാശം തൊട്ടവർ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെന്ന് ചോദിച്ചാൽ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ തൊട്ടു, അത് തൊട്ട് അതൊക്കെ മേലെ പോയെന്ന് പറയാം.